നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശാരദാമ്മ ഈ പൂജ മുഴുമിപ്പിക്കുക തന്നെ ചെയ്യും. പൂജ ഫലം ചെയ്യുമോ എന്നതല്ല കുട്ടി എന്റെ ശങ്ക. പൂജ മുഴുമിപ്പിക്കാനായില്ലെങ്കിൽ ചെയ്യുന്ന ആളിന്റെ ജീവനും ഹാനിയാകും. ധർമ്മദേവനെയാണ് വെല്ലുവിളിച്ചിരിക്കുന്നത്, സാക്ഷാൽ യമധർമ്മനെ. മാഡം, വന്യമൃഗങ്ങൾ നിർഭയം വിഹരിക്കുന്ന ഈ രാത്രി സമയത്ത് രണ്ട് ചെറിയ കുട്ടികൾ കൊടുങ്കാട്ടിൽ പെട്ടുപോയതിനെ പറ്റി റേഞ്ച് ഓഫീസർക്ക് എന്താ പറയാനുള്ളത്? സോറി മാഡം, മാഡത്തിന്റെ സേഫ്റ്റിയെ കരുതിയ ഞാൻ. എന്റെ കുട്ടികളാണ് ഓഫീസർ ഈ കാട്ടിനുള്ളിൽ പെട്ടിരിക്കുന്നത്. മാഡം, മാഡത്തിന്റെ ഒരു കുട്ടിയല്ലേ ഇവിടെ പെട്ടുപോയിരിക്കുന്നത്? എന്റെ മകൾ സത്യയുടെ ക്ലോസ് ഫ്രണ്ടാണ് ഓഫീസർ. രണ്ടാമത്തെ കുട്ടി പത്മിനി. എനിക്ക് എന്റെ മോളെ പോലെ തന്നെയാ. അവരെ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യ. യെസ് മാം. സത്യേ, മോളെ സത്യേ. സത്യേ, മാഡം, എന്റെ മോളുടെ സത്യയുടെ ഹെയർ ബാൻഡ്. പാനിക് ആവാതിരിക്കും മാം, കുട്ടികൾ ഈ പരിസരത്ത് തന്നെ ഉണ്ടാവും. പക്ഷെ ഹെയർ ബാൻഡ് ഇവിടെ. കുട്ടികളല്ലേ മാം, എന്തെങ്കിലും കണ്ട് ഭയന്ന് ഓടിയിട്ടുണ്ടാവും. അതിനിടെ ഹെയർ ബാൻഡ് എവിടെയെങ്കിലും ഉടക്കിയിട്ടുണ്ടാവും. മാഡം, വന്യമൃഗങ്ങൾ ധാരാളമുള്ള സ്ഥലമാണ്. മാധവ്, സോറി മാം. മാഡം നടക്ക. വരും മാഡം. സത്യേ, നിലത്തേക്ക് ടോർച്ച് നന്നായിട്ട് മിനിക്കണം. പച്ചിലേക്കാൾ പാമ്പുകൾ കൂടുതലുള്ള സ്ഥലമാണ്. കടി കൊണ്ടാ പിന്നെ വിടത്തില്ല. ടോർച്ച് നേരെ അടിക്കും. സുഷേ, പപ്പി മോളെ. പഞ്ചാഗ്നി മധ്യത്തിലെ തപസ് പൂജാവിധികളിൽ കേട്ടുകേൾവിയേ ഉള്ളൂ. മുഴുമിപ്പിക്കുക ദുഷ്കരമാണ്. ശിരസിലെ അഗ്നികുണ്ഡം നിലത്ത് വീണുടയുകയോ തപസ് മുഴുമിപ്പിക്കാതെ എഴുന്നേറ്റ് പോകേണ്ടി വരികയോ ചെയ്താൽ ഗുണത്തേക്കാൾ ഏറെ ദോഷമാവും പൂജ ചെയ്യുക. ഇത് ആൾക്ക് അത്രയേറെ ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ. ഇല്ല തിരുമേനി, ശാരദാമ്മ ഈ പൂജ മുഴുമിപ്പിക്കുക തന്നെ ചെയ്യും. പൂജ ഫലം ചെയ്യുമോ എന്നതല്ല കുട്ടി എന്റെ ശങ്ക. പൂജ മുഴുമിപ്പിക്കാനായില്ലെങ്കിൽ ചെയ്യുന്ന ആളിന്റെ ജീവനും ഹാനിയാകും. ധർമ്മദേവനെയാണ് വെല്ലുവിളിച്ചിരിക്കുന്നത്, സാക്ഷാൽ യമധർമ്മനെ. puppy.
സത്യ, നല്ല വിശപ്പുണ്ട് സത്യ. നമ്മള് ചെല്ലിനോടത്ത് മനുഷ്യരുണ്ടെങ്കിൽ അവിടെ ഭക്ഷണം ഉണ്ടാവും പപ്പി. എന്തു പറ്റി? കാലെന്തോ കൊണ്ട് സത്യ. കാട്ടുമുള്ളായിരിക്കും പപ്പി. എവിടെ നോക്കട്ടെ. പപ്പിയുടെ കർച്ചിഫിങ് തന്നെ. എന്തിനാ സത്യ? നീങ്ങിത്താ. എന്താ സത്യ, എന്താ കൊണ്ടത്? അതൊരു മുള്ളു കൊണ്ടതാ പപ്പി. പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ പപ്പി പേടിക്കും. അത് അപകടോ. പപ്പി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. വാ പപ്പി. സമയമായിരിക്കുന്നു. ഇനി ഞാൻ പോവുക. അല്ല തിരുമേനി, ഈ സമയത്ത് പോയാ? എനിക്കിവിടെ നിൽക്കാൻ അനുവാദമില്ല. ധർമ്മദേവന് മുന്നിലുള്ള പഞ്ചാഗ്നി പൂജ എന്നാൽ പൂജ ചെയ്യുന്നയാളും ധർമ്മദേവനും തമ്മിലുള്ള സന്ധിയില്ല സമരമാണ്. ഒട്ടും വിട്ടുകൊടുക്കുന്ന ആളല്ല ധർമ്മദേവനെന്ന് അറിയാലോ. രണ്ടിലൊരാൾ തോറ്റല്ലേ പറ്റൂ. ധർമ്മദേവൻ തോൽക്കുക അസംഭവ്യമെന്ന് തന്നെ പറയാം. എന്നാൽ അങ്ങനെ ഉണ്ടായാൽ ആ അപമാനത്തിന്റെ തീ സാക്ഷിയായവരെയും ദഹിപ്പിച്ചു കളഞ്ഞെന്നിരിക്കും. അതുകൊണ്ട് അകന്നു നിൽക്കുന്നത് തന്നെയാ ഉത്തമം. കുട്ടിയോടും കൂടിയാ പറഞ്ഞത്. ആ, ഇവിടെ നിൽക്കണമോ വേണ്ടയോ എന്നുള്ളത് കുട്ടിയുടെ യുക്തി. നിൽക്കുകയാണെങ്കിൽ നല്ല മനക്കെട്ടി ഉണ്ടാവണം. ധർമ്മദേവന്റെ പരീക്ഷണത്തിനിടയിൽ മനസ്സിനെ ഉലയ്ക്കുന്ന പലതും ഉണ്ടാവും. വിഭ്രമിക്കുന്ന കാഴ്ചകളോ ശബ്ദങ്ങളോ ഒക്കെ. തപം ചെയ്യുന്ന ആളിന്റെ മനസ്സിനെ ഇളക്കാനാണ്. അത് കണ്ടും കേട്ടും സമനില പോകാൻ സാധ്യതയേറെയാണ്. പരീക്ഷണം തപസ് ചെയ്യുന്ന ആൾ മാത്രം നടത്തിയാൽ മതിയെന്നാണ് എന്റെ അഭിപ്രായം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.